നമ്മളെ ജമാനില്ലേ, നമ്മളെ പേഷ്യൻ്റ് ജമാനില്ലേ, അവൻ്റെ കാലിന് ലിഗ്മെന്റ് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്തില്ല. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. മണിപ്പാലിന്റെ കേസല്ലേ, 21 വയസ്സല്ലേ. സർജറി ചെയ്യട്ടെ അതോ ചെയ്യണോ അതോ വേറെ സർജറി ചെയ്യാണ്ട് വല്ല ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് അറിയാനാണ്. ഓ വിളിച്ചില്ലല്ലോ, അവൻ്റെ കാലൊക്കെ മാറി ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി, നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. അവൻ്റെ കാര്യമല്ലേ ഉദ്ദേശിച്ച്? അവനക്ക് ഒന്നുമില്ല. ഞാൻ ലിഗ്മെന്റിന്റെ ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞ് നോർമലി നമ്മുടെ ആരോഗ്യത്തിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അടിപൊളിയായിട്ടാണ് പോയല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയുക, അതിനെപ്പറ്റി എനിക്ക് അറിയണം. എന്നോട് ആരാ ചോദിച്ചിട്ടുണ്ടല്ലേ, നമ്മളെന്ത് കമ്പിക്കാറുണ്ട് ഫോണിങ്ങനെ ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അറിയാൻ. ഈ ചോദിച്ചത് പറയാൻ സുഖമുണ്ടല്ലോ. ഇതാണ് നമ്മുടെ മുട്ടുംകാല്. ഇതിൻ്റെ യഥാർത്ഥ വർക്കിംഗ് ആണിത്. കണ്ടോ, ഒരു മുട്ടുംകാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്കിങ്ങാണ്. ഓനക്ക് സംഭവിച്ചത് ഇതിൻ്റെ ഉള്ളിലേ ഉള്ളിലുള്ള ഈ ACL ലിഗമെൻറ്റിന് ഫ്രാക്ചറാണ് സംഭവിച്ചത്. ഓന് അവിടെ മണിപ്പാലിൽ പഠിക്കായതുകൊണ്ട് മണിപ്പാലിൽ ഫ്രീ സർജറി ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവൻ്റെ ഉപ്പൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് സർജറി ഇല്ലാണ്ട് നമ്മളോടുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് വന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചികിത്സിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിഗമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പാടാണ് പറയും. ഒരു പാടയാണ്, ഒരു ഗ്ലൂ പോലെ നിൽക്കണില്ലേ. ഈ ജോയിന്റ് നിൽക്കുന്നത് മുഴുവൻ ഇത് കണ്ടില്ലേ ഓനെ. ഇപ്പോൾ ഇതിപ്പോൾ ലിഗമെന്റ് ആണെങ്കിൽ ഇതിപ്പോൾ എല്ല് കണ്ടില്ലേ, ബോണ് ഒരു ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു സ്ട്രോങ് സാധനമല്ലേ, മെറ്റീരിയൽ അല്ലേ. ഈ ലിഗമെന്റ് ശ്രദ്ധിച്ചത് ഒരു പള്ളി പോലെ ഒരു പാട ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇതേ ഇങ്ങനത്തെ ഏകദേശം ഇതേപോലെ തന്നെ ഇതിന്റെ ഇത് ഏകദേശം ഒരു ഇങ്ങനെ മനസ്സിലാവാനാ തന്നത്. പക്ഷെ ഈ എല്ല് പൊട്ടുന്ന, അതായത് ബോണ് പൊട്ടുന്ന പോലെ അല്ല നമ്മൾ ലിഗമെന്റ് ഫ്രാക്ചർ ആയാൽ. അതിനെക്കുറിച്ച് കുറേ പറയണ്ട. ഈ ലിഗമെന്റ് ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ എല്ല് പൊട്ടി മാതിരി പെട്ടെന്ന് ജോയിന്റ് ആവില്ല. അത് ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ കാലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവിടേക്ക് എന്തെങ്കിലും വർക്ക് ലോഡ് വരുമ്പോൾ വേദന പുറത്തേക്ക് വരും. അത് എത്ര വർഷങ്ങളായാലും അത് പുറത്തേക്ക് വരികയും ചെയ്യും. എല്ലാം അങ്ങനെയല്ല, എല്ല് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റായിട്ട് കുറേ വേദന കുറഞ്ഞോണോ മാറിയോണൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഈ ലിഗമെൻറ്റിൻ്റെ കംപ്ലയിൻറ്റ് മൂലം വരാൻ പോണ പ്രശ്നം ഒന്ന് വേദനയാണ്. വേദന 2-3 ടൈപ്പിലാണ്. അധികവും ഒരു പാസിങ് പെയിൻ, അതായത് ഒരു ഇലക്ട്രിക് ഷോക്കുമായിട്ട് ഒരൊറ്റ വരവാണ്. പെട്ടെന്ന് ഒരു സെക്കൻഡ് മിന്നലടിച്ച മാതിരി എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്ന ടൈപ്പിൻ്റെ ഒരു വേദന വരും. പിന്നെ കാലിൻ്റെ ഈ പവർ, അതായത് ബലം നഷ്ടപ്പെടും. കാലിലൊരു ആട്ടം തുടങ്ങും, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും. നടക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കാലെടുത്ത് വെക്കാൻ മനസ്സനുവദിക്കില്ല, ഒരു തരം ധൈര്യക്കുറവ് തോന്നും. അല്ലെങ്കിൽ തന്നെ കാലിലൊരു ഇളക്കം വരാൻ തുടങ്ങും. പിന്നെ സ്പീഡിൽ പെട്ടെന്ന് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് ഓടാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇറക്കിറങ്ങിയിട്ട് ചെയ്യാൻ അങ്ങനെ ബാലൻസ് ചെയ്ത് നടന്ന് വരാൻ പറ്റില്ല. അപ്പോഴൊക്കെ വേദന ഉണ്ടാവലും മാത്രമല്ല, കാലിനൊരു കുഴച്ചിൽ വന്നിട്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് പോലും ലിഗമെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. മോഡേൺ ആണെങ്കിൽ ഇതിൽ സർജറി മാത്രമേ പറയുള്ളൂ. അവർക്ക് ഓരോതായ രീതിയിൽ കുറച്ച് ഫിസിയോതെറാപ്പി, പിന്നെ സർജറി, ഇതാണ് ഓരോ രീതി. നമ്മളെ രീതിയിൽ ആയുർവേദം മാത്രമല്ല, നമ്മളിതിന് ഓർത്തോ സ്പോർട്സ് ഇഞ്ചറിയും തന്നെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ഡെവലപ്പ് ചെയ്തെടുത്തുന്നല്ലോ. ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം കളരി മർമ്മ ചികിത്സ ആയുർവേദമാണ്. ആയുർവേദത്തിൽ കോമൺ ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കളരി മർമ്മ, നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ മർമ്മ ബേസിൽ വരുന്നത് കൊണ്ടാണ് ഇത്ര റിസൾട്ട് കിട്ടുന്നത്. അല്ല, അതിന് മോഡേൺ ആയിട്ട് ഇപ്പോൾ കളരി മർമ്മനാണ് ഇപ്പോൾ മോഡേൺ ആയിട്ട് ഓർത്തോ സ്പോർട്സ് ഇഞ്ചറി എന്ന് പറഞ്ഞ ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ ഇതിനെ കൊണ്ടുവന്നത്. എല്ലാവരും ഇപ്പോൾ ഓർത്തോ സ്പോർട്സ്. സത്യത്തിൽ ഇത് കളരി മർമ്മ പണ്ടേ നമ്മൾ ചെയ്യണ ആ ഒരു കളരിയിലൊക്കെ പരിക്ക് പറ്റിയാൽ അപ്പം തന്നെ അവിടുന്ന് നമ്മൾ പുറത്തും ചെടീനെ പറിച്ചുകൊണ്ട് വരും, പച്ചമരുന്ന് കണ്ടില്ല നമ്മളന്ന് വെച്ച് കെട്ടിയേ. ആ പച്ചമരുന്നൊക്കെ ഭയങ്കര റിസൾട്ട്. കാരണം നമുക്കത് തലമുറകളായിട്ട് വന്ന സാധനമാണ്. നമ്മളവിടെ തന്നെ ഉണ്ടാക്കുന്ന മരുന്ന് അരക്കണതും ഒക്കെ. പിന്നെ പണ്ടും ഈ പരിക്കൊക്കെ പറ്റൂ. അന്ന് ലിഗമെന്റും ഇത്ര ടെക്നോളജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലിഗമെന്റ് എന്താണെന്നൊന്നും നോക്കൂല. അത് കുളിക്കിയതാണ്, അല്ലെങ്കിൽ അതിന് എന്തോ ഒരു അതിന്റെ കുഴ തെറ്റിയാൽ ലൈഫ് സ്റ്റൈലിന്റെ സ്ട്രെങ്ത്തിന്റെ പ്രശ്നം വരുന്നുണ്ട്. ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലൊക്കെ മാറിയത് കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അപ്പം ഇതിന് പരിക്ക് പറ്റും. ഇപ്പോൾ പറഞ്ഞു തന്നതൊക്കെ നമ്മളെ ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റാണ്. അവനെ എനിക്ക് തോന്നുന്ന ഒരു മാസത്തിന്റെ അടുത്ത് ഒരു 28 ദിവസം കമ്മിറ്റ് ചെയ്ത്. പക്ഷേ നമ്മളെ കേസ് അത്രയും സീരിയസ് ആയ കാരണം നമ്മൾ എന്താക്കേണ്ടി വന്ന് ഒരു എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. എന്നാ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ആ റിവ്യൂ വോയിസ് പോലൊക്കെ എൻ്റെ പേഷ്യൻറ്റിനൊക്കെ അയച്ചു തന്നില്ലേ, നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ പറയണത്. റിവ്യൂ കേട്ടപ്പോഴേക്ക് എനിക്കൊരു അല്ല, എൻ്റെ സുഹൃത്തിനോട് ധൈര്യമായിട്ട് പറഞ്ഞോ, നമുക്ക്
എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ടിയർ ആണെങ്കിൽ പോലും നമുക്ക് മാക്സിമം ഫുള്ള് ടിയറാണ്. പക്ഷെ നല്ലപോലെ പറഞ്ഞ പോലെ കേൾക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യും, കാല് നിലത്ത് വെക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മോഡേൺ ടെക്നോളജി ഒന്നല്ല, നമ്മുടെ പഴയ ട്രീറ്റ്മെന്റ് തന്നെ. പക്ഷെ അത് നല്ല വൃത്തിക്ക് ഒതന്റിക് ആയിട്ട് നമ്മളതായ രീതിയിൽ കളരിമർമ്മ ട്രീറ്റ്മെന്റ് കൊടുത്ത് നല്ല മരുന്നൊക്കെ വെച്ച് കെട്ടി 2 സൈഡിൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് കാല് അനക്കാണ്ട് വെച്ചാൽ നമുക്ക് ഇതുവരെ അൽഹംദുലില്ലാ നല്ല റിസൾട്ടാണ്. പക്ഷെ മോഡേണിൽ സർജറി അല്ലാണ്ട് ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളവിടെ കാല് എനിക്ക് ഓർമ്മയില്ല, 28 ദിവസം നിലത്ത് വെച്ചില്ല, അവനെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നത്, കാല് താങ്ങുന്ന, ട്രീറ്റ് ചെയ്യുന്ന. അവിടെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, മോഡേണാർ ചോദിക്കണ ഇത് തെളിയിക്കാനൊന്നും ഇപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ചെയ്തിട്ടുള്ള ഓരോ പരിചയമുണ്ട്. ഇതേമാതിരി ഒരു പേഷ്യൻസിന്റെ റിവ്യൂ ഉണ്ട്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൂ. പക്ഷെ എന്താണ് ചെയ്തെടുത്തോളം നല്ല സക്സസ് ആണ്. അപ്പോൾ ഈ ഒരു ചികിത്സ നമുക്ക് ഓർത്തോ സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മളെ വിഭാഗത്തിൽ നല്ല റിസൾട്ടുള്ള ഒരു ചികിത്സയാണ്. ഇപ്പോൾ ഇത് ലിഗമെന്റ് ധൈര്യമായിട്ട് നമുക്ക് എന്താ ഒരാളെ റെഫർ ചെയ്യാം. നീ മാത്രമല്ല കേട്ടോ, മുട്ടുകാലം മാത്രമല്ല ലിഗമെന്റ്. അല്ല അത് ശരിയല്ല, ലിഗമെന്റ് മാത്രമല്ല, ഷോൾഡർ ജോയിന്റ് എവിടെ ഉണ്ട് അടക്കം ലിഗമെന്റ് ഓൾമോസ്റ്റ് ഉണ്ടാകും. പിന്നെ മുട്ടുകാലാണ് കൂടുതൽ പരിക്ക് പറ്റുന്നത്. എല്ലാവരും കാര്യങ്ങളുള്ള കാരണം പ്ലേയേഴ്സിനായി വാമപ്പില്ലാണ്ട് കളിക്കുമ്പോൾ പെട്ടെന്ന് പറ്റും. അതുണ്ട്, അത് ശരി. അത് ഞാൻ പറയാൻ പറഞ്ഞേ. ഇപ്പൊ ഈ ലിഗമെന്റിന് ഒറ്റയടിക്ക് മനസ്സിലാവില്ല, കാരണം എക്സ്റേയിൽ ഇത് കാണൂലല്ലോ. അതായത് ഇപ്പോൾ ലിഗമെന്റിന് ഒരു പരിക്ക് പറ്റി, അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ ഒരു വേദന ഒന്നും കയറി, അപ്പോൾ കയറിയിട്ട് ഒന്ന് 2-3 ദിവസം റെസ്റ്റ് എടുത്ത്, അല്ലെങ്കിൽ ചൂടാക്കി, അല്ലെങ്കിൽ അടുത്ത ഇടയിൽ ഒരു തൈലം തേച്ച് ഒന്നും വേണ്ട കുറച്ച് പെയിൻ കില്ലർ എടുത്ത് കുറച്ച് റെസ്റ്റ് എടുത്ത്, അപ്പോൾ നോർമലി അവന് പെയിൻ പോകും. അപ്പോൾ വിചാരിക്കും ഒന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ പോയിട്ട് ഫർദറായിട്ട് അറിയാൻ വേണ്ടി എന്താക്കും എക്സ്റേ എടുക്കും. എക്സ്റേയിൽ ലിഗമെന്റിന് പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കുറേ കഴിഞ്ഞാൽ ഈ ലൂസായ കാരണം ജോയിൻ്റ് ഒന്ന് ഇറങ്ങി വന്നതെന്ന് മാത്രം ഡോക്ടർമാർ പറയും. അപ്പോൾ പിന്നെ മനസ്സിലാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നമ്മൾ ഈ ജോയിൻറ്റ് ഒരു കാലിൽ പറ്റിയ കാലും പറ്റാത്ത കാലും ഉണ്ടാവില്ലേ, അതൊന്ന് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. പറ്റിയ കാല് ശരിക്കും ഇങ്ങനെ ഈ സൈഡിൽ കുയ്യൽ, പറ്റാത്ത കാലിൽ നോർമലായിട്ടുള്ള കാലിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ പറ്റിയ ലിഗമെന്റിന് പരിക്കുള്ള കാലിൻ്റെ ജോയിൻ്റ് അല്ലെങ്കിൽ ഒരു പരന്നിട്ടുണ്ടാവുക. 2 കാലും വെച്ച് നോക്കിയാൽ അവന് കറക്റ്റ് മനസ്സിലാവും. അല്ല ഒരു കാര്യം ഇതിൽ പറയാൻ കേട്ടോ, കളരിമർമ്മയാണ് ഒഴിച്ചില്ലാന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒഴിക്കുക അതൊന്നല്ല കേട്ടോ. അത് നല്ല അതിൻ്റെതായ രീതിയിൽ ട്രെയിൻഡ് ആൾക്കാർ വേണം, മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കി എടുക്കണം പറ്റിയത് എന്താണെന്നുള്ളത്. നമ്മൾ MRI ഒക്കെ എടുക്കുന്നത് വേണോ, MRI ഒക്കെ എടുത്ത് കറക്റ്റ് ആയിട്ട് പേഷ്യൻറ്റിനോട് സംസാരിച്ച് അവർക്ക് ഇത് ഇതേപോലെ എന്നോട് ഇപ്പോൾ പറയില്ലേ, ഇതിനെക്കാട്ടിലും വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. കാരണം റെസ്റ്റ് വേണം. കാരണം ഒരു എല്ല് പൊട്ടിയ മാതിരി ജോയിന്റ് ചാടിപ്പോയ മാതിരി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരുവിടെ വരണം, ട്രീറ്റ്മെൻറ്റിന് സഹകരിച്ച് ക്ഷമിച്ച് കിടക്കണം. കാരണം എന്താ വെച്ചാൽ സർജറി ഒരു പറയാം 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്ന് പറയും. പിന്നെ ഒരു സർജറി ചെയ്തിട്ട് ഒരു വിടും, 6 മാസം ഫിസിയോ ചെയ്യണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയും. ഒരു കൊല്ലം റെഡിയാണ്. എന്നിട്ടോ കംപ്ലൈൻറ്റ് ബാക്കിയാക്കില്ല. എനിക്ക് ഇത് പേഷ്യൻറ്റിന് സർജറി ചെയ്തിട്ട് നമ്മളിവിടെ ചെയ്ത് 2 പ്രാവശ്യം സർജറി നമ്മളെ ടോപ്പ് ഫോമിന്റെ ഹോട്ടലത്തെ എന്തായി അതിന്റെ പ്രശ്നം 2 വട്ടം ഒരു വട്ടം ഇൻഫെക്ഷൻ ആയി, 2ാമത് ചെയ്ത്. എന്നിട്ട് എന്തായി നീരും പോയില്ല, വേദനയും പോയില്ല. അവസാനം ഒരു കൈ കഴിഞ്ഞ് നമ്മളെടുത്ത് എത്തി. പിന്നെ നമുക്കും കുറെ ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് സർജറി ചെയ്തില്ല. നമുക്ക് ടോപ്പ് എൻഡിൽ എന്ത് വേണം പോവാം. സർജറി ചെയ്ത ലിമിറ്റേഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. അതെ, ഒരു ചെയ്യാൻ ഓക്കെ ഉണ്ട്. പേഷ്യൻറ്റിന് ഒരു 80% അസുഖം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കാൻ. ആയുർവേദത്തിൽ പറയുന്നുണ്ട് പേഷ്യൻറ്റിനെ കുറിച്ചിട്ട് പറയണത് എന്താ വെച്ചാൽ, പേഷ്യൻറ്റിന് രോഗത്തിനെ കുറിച്ച് വ്യക്തമായത് അറിഞ്ഞിരിക്കണം, എന്നാലേ പേഷ്യൻറ്റിന് റെസ്റ്റ് എടുക്കുള്ളൂ. ഇപ്പം ഇതിനിങ്ങനെ കംപ്ലൈൻറ്റ് ആണ് പറഞ്ഞാലല്ലേ ആൾ റെസ്റ്റ് എടുക്കുള്ളൂ. അങ്ങനെ സമർപ്പിച്ച ഡോക്ടറിനെ ആ രോഗി സമർപ്പിച്ചാൽ അവിടെ റിസൾട്ട് ഉണ്ടാവും. ഓർത്തോ സ്പോർട്സ് ഇഞ്ചറി, അതായത് എല്ല് പൊട്ടിയാൽ വരെ നമ്മളെ ഈ ആർക്യുവിൻ്റെ റൂൽ കുദ്സ് ഹോസ്പിറ്റലാണല്ലോ നമ്മളത്, റൂൽ കുദ്സ് ആയുർ വെൽനസ് സെൻറ്റർ. ഇവിടെ നമുക്ക് ഓർത്തോ സ്പോർട്സ് ഇഞ്ചറി വിഭാഗം നമുക്ക് ഒരുമാതിരി പേഷ്യൻ്റ് വില്ലിങ് ആണോ, നമ്മൾ ഏതറ്റം വരെ വിത്തൗട്ട് സർജറി നമ്മൾ ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അതിപ്പം സ്പൈൻ ആയാലും ഷോൾഡർ ആയാലും മുട്ടുംകാലായാലും ഇനി എവിടെ തന്നെ ആയാലും മൾട്ടിപ്പിൾ ഫ്രാക്ചർ ആണെങ്കിൽ വരെ നമുക്കത് ചെയ്യാൻ കഴിയും. അത് പേഷ്യൻ്റ് വില്ലിങ് ആണ്. പേഷ്യൻറ്റിനെ സംസാരിച്ചിട്ട് ഓരോ ഓക്കെ ആണോ നമുക്ക് ചെയ്യാം. അതിനെപ്പറ്റി ഇപ്പോൾ കാണാനല്ലേ ദിവസം എത്രങ്ങാനും നമ്മൾ കെട്ടിവിടുന്ന കുറേ പേര് ഈ കെട്ടിയിടും. നിങ്ങൾ വിചാരിക്കുന്നത് കെട്ടിയിടുമ്പോൾ സിമ്പിൾ കാര്യമാണ്, നമ്മൾ സ്ഥിരം ചെയ്യണതിനുള്ള കാര്യം. ഷോൾഡറിൻ്റെ ഇതുപോലെ ലിഗമെന്റും കാര്യങ്ങളൊക്കെ വരുന്നു. പക്ഷേ മാറിയോ?